വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പിക്സാർട്ട് ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു യൂട്യൂബ് തമ്പനെയിൽ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ആദ്യമായി അവിടെ കാണുന്ന പ്ലസ് എന്ന് പറയുന്ന ആഡ് ബട്ടൺ നമുക്ക് ഞെക്കിയതിന് ശേഷം ഗ്രിഡ്സ് എന്ന് പറയുന്ന ഈ താഴെയുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഇഷ്ടമുള്ള സാധനം നമുക്ക് ആദ്യമായി സെലക്ട് ചെയ്തെടുക്കാം. ഇമേജ് ശേഷം നമുക്ക് ഇതുപോലെ ലഭിക്കും. ഇതുപോലെ ലഭിച്ചതിന് ശേഷം നമ്മൾ പോകേണ്ടത് റേഷോ എന്ന് പറയുന്ന ആ ബട്ടൺ, രണ്ടാമത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിൽ അവസാനത്തായി യൂട്യൂബ് എന്ന് പറയുന്ന ആ യൂട്യൂബിൻ്റെ ആ ഒരു തമ്പുലൈൻ സൈസിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാം. അതിൽ നമുക്ക് ടെക്സ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ടെക്സ്റ്റ് കൊടുക്കാൻ പറ്റും. നമുക്ക് ടെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ അതിനായി നമുക്കിവിടെ ടി എന്ന് പറയുന്ന ടൂള് ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്താൽ നമുക്ക് ടെക്സ്റ്റ് കൊടുക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് എഴുതിയെടുക്കാം. ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളത്തിലാണെങ്കിലും നമ്മൾ എന്താണ് എഴുതുന്നത് അത് നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആ എഴുതിയ സാധനം നമുക്ക് ഫിക്സ് ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് ആ താഴെയുള്ള ആ ഭാഗം വലിച്ചാൽ നമുക്കത് വലുതാക്കാനും സൈഡിലുള്ള ഭാഗം നമുക്ക് അതിൻ്റെ വിടുത്ത് കുറച്ച് വലുതാക്കാനും പറ്റുന്നതാണ്. വേണമെങ്കിൽ നമുക്ക് ആ മൂലയിലുള്ള റൊട്ടേഷൻ എന്നുള്ള ആ ഒരു ബട്ടൺ പിടിച്ച് നമുക്കത് തിരിച്ചു കൊടുത്ത് നമുക്കത് റൊട്ടേറ്റ് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കൊടുക്കാം, ചെരിച്ചും അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് നമുക്ക് ഫിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ആ താഴെയുള്ള ഭാഗത്ത് കുറേ ഓപ്ഷൻസ് കാണാം. നമുക്ക് വേണമെങ്കിൽ കളേഴ്സ് സെലക്ട് ചെയ്യാം. ആ വൈറ്റുള്ള കളേഴ്സ് സെലക്ട് ചെയ്താൽ നമുക്ക് കളർ സെലക്ട് ചെയ്യാം. പിന്നെ അതിനപ്പുറം സ്ട്രോക്ക് എന്ന് കാണാം. സ്ട്രോക്ക് നമ്മൾ കൊടുത്ത് അതിൻ്റെ ആ ഒരു ലൈന് നമുക്ക് ഒന്ന് കൂട്ടി കൊടുത്താൽ നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കതിൻ്റെ സ്ട്രോക്ക്, പുറത്തുള്ള ഒരു സ്ട്രോക്ക് അല്ലെങ്കിൽ ഔട്ട്ലൈൻ നമുക്കത് കൊടുക്കാവുന്നതാണ്. പിന്നെ ആദ്യമുള്ള ആ ഒരു ഭാഗം അത് നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഫോണ്ട് സ്റ്റൈൽ നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് നമുക്ക് സെലക്ട് ചെയ്ത് മാറ്റാനും പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു ഫോണ്ട് സ്റ്റൈലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ നമുക്കതിലുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഓപ്പാസിറ്റി വേണമെങ്കിൽ നമുക്ക് കുറച്ചെടുക്കാം, അതുപോലെ തന്നെ കളറ് മാറ്റാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് അതിലുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഷാഡോ കൊടുക്കാം. അങ്ങനെയുള്ള ഓപ്ഷൻസും അതിലുണ്ട്. അതിനായി നമുക്ക് ഷാഡോ ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്കതിൻ്റെ ഓപ്ഷാലിറ്റിയും അതുപോലെ തന്നെ അതിൻ്റെ എത്ര നമുക്ക് ആവശ്യമുള്ളത് അത്ര നമുക്ക് ആ ഒരു ലൈന് വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് വളരെ ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ് യൂട്യൂബൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾക്ക്. അപ്പോൾ നമ്മൾ അടുത്തായി നമുക്ക് ആവശ്യമുള്ള സംഭവം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. അതായത് ഫോണ്ട് സ്റ്റൈല്, അതിന് ഫോണ്ടിൻ്റെ ഓപ്ഷാലിറ്റി നമുക്ക് ഇതുപോലെ കുറക്കാൻ പറ്റും, കൂട്ടാനും പറ്റും. അത് നമുക്ക് അതിനടിയുള്ള കുറേ ടൂൾസുകൾ നമ്മുടെ ഫോണ്ട് സ്റ്റൈല് പല വിധത്തിൽ നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ അതിനുശേഷം നമ്മൾ ടിക്ക് മാർക്ക് അടിക്കുക. അതിലൊക്കെ കഴിഞ്ഞ് ടിക്ക് മാർക്കാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ലൈൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാം. ആ പുറത്തുള്ള ബോർഡർ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനുവേണ്ടി നമുക്ക് കാണിച്ചിട്ടുള്ള ടൂൾ, അതായത് അതിൻ്റെ ബോർഡർ ലൈൻസ് എന്ന് പറയുന്ന ആ ഒരു ടൂൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതുപോലെ അതിൻ്റെ ബോർഡറിൻ്റെ കളർ മാറ്റാനും കുറക്കാനും നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാനും അത് അങ്ങനെയൊക്കെ സാധിക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളർ അത് ആ ബോക്സ്, അവിടെ കാണുന്ന 2 ബോക്സിൽ നമുക്ക് ആവശ്യമുള്ള കളർ സെലക്ട് ചെയ്താൽ നമ്മുടെ ലൈന് അതുപോലെ അതിനുള്ള ബോർഡർ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കത് ഏത് വിധത്തിൽ വേണമെങ്കിൽ ഇങ്ങനെ അവിടെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ബാർ അവിടെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് പ്രിവ്യൂ കണ്ട് തന്നെ നമുക്ക് എങ്ങനെയാണ് ആവശ്യമുള്ളത് അതുപോലെ ചെയ്യാം. ശേഷം നമുക്കിത് ഗാലറിയിൽ സേവ് ചെയ്തെടുക്കാം.